നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പാൽമർ വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ്. ബാക്ക് ടു ബാക്ക് ഹാട്രിക്കാണ് ഇപ്പോൾ ചെൽസിക്കായിട്ട് നേടുന്നത്. പ്രീമിയർ ലീഗിൽ എവേർട്ടനെ അവർ 6-0 തകർത്ത് തരിപ്പണമാക്കുമ്പോൾ പാൽമറുടെ വക 4 ഗോളുകളാണ് പിറന്നിരിക്കുന്നത്. അതും ആദ്യ അരമണിക്കൂറിനുള്ളിൽ പെർഫെക്റ്റ് ഹാട്രിക് നേടുന്നു. പിന്നെ ഒരു പെനാൽറ്റിക്ക് വേണ്ടി ചെറിയ പിടിവലികളൊക്കെ ഉണ്ടായി. എന്തായാലും ആ പെനാൽറ്റി ഗോളാക്കി മാറ്റി. അങ്ങനെ 4 ഗോളുകൾ കോൾ പാൽമർ മാത്രമായിട്ട് അടിച്ചു കയറ്റി മത്സരം 6-0 ചെൽസി വിജയിക്കുന്നു. അദ്ദേഹത്തെ കൂടാതെ ജാക്സണും ആൽഫി ഗിൽക്രിസ്റ്റുമാണ് ചെൽസിയുടെ ഗോളുകൾ കണ്ടെത്തിയത്. ഈ മത്സരത്തിൽ ചെൽസിക്ക് വേണ്ടി മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ജാക്സണും മുഡ്രിക്കും പാൽമറും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ബെറ്റോയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എവേർട്ടൺ കളിച്ചത്. കളിയുടെ 13-ാമത്തെ മിനിറ്റിൽ തന്നെ പാൽമർ തൻ്റെ ഗോളടി തുടങ്ങി വെച്ചിരുന്നു. 18-ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോളും 29-ാമത്തെ മിനിറ്റിൽ 3ാമത്തെ ഗോളും നേടിയതോടെ അരമണിക്കൂറിനുള്ളിൽ ഹാട്രിക്ക് തികച്ചുകൊണ്ട് യുവതാരം വിസ്മയിപ്പിച്ചു. അതിനുശേഷം 44-ാമത്തെ മിനിറ്റിൽ ജാക്സണ് കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 4 ഗോളുകളുടെ ലീഡുമായിട്ടാണ് ചെൽസി ഇടവേള സമയത്ത് കളിക്കളം വിട്ടത്. രണ്ടാം പകുതിയിൽ 64-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി പാൽമറാണ് വലയിലേക്ക് എത്തിച്ചത്. ചെറിയൊരു തർക്കമൊക്കെ പെനാൽറ്റി എടുക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ പാൽമർ തൻ്റെ 4ാമത്തെ ഗോൾ കണ്ടെത്തി. അതിനുശേഷം മത്സരം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഗിൽക്രിസ്റ്റിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 6 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് ചെൽസി നേടിയിരിക്കുന്നത്. എന്തായാലും ഈ മത്സരം വിജയിച്ചതോടെ 31 കളികളിൽ ചെൽസിക്ക് 47 പോയിന്റ് ആയിട്ടുണ്ട്. അവരിപ്പോഴും പോയിന്റ് പട്ടികയിൽ 9-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.